നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് എക്കോളജി. അപ്പോൾ എക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എർത്തിലുള്ള ലിവിങ് ഓർഗനൈസംസിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് സ്റ്റഡി ചെയ്യണത്. അതുപോലെ തന്നെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഈ ഹ്യൂമൻ ബീങ്സ്, അവരുടെ ഫിസിക്കൽ എൻവിറോൺമെൻറ്റ്. ഇതൊക്കെ ഒരു എക്കോളജിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണെന്ന് മനസ്സിലാവണം, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വേൾഡിൽ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് ഇവിടെ നമുക്ക് എക്കോളജി മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ ഈ എക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എക്കോസിസ്റ്റത്തിനെ പഠിക്കുക എന്നുള്ളതാണ് എക്കോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എക്കോളജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, നമുക്ക് കുറേ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എക്കോസിസ്റ്റത്തിൻ്റെ ബെനഫിറ്റ്സുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എൻവിറോൺമെൻറ്റിൽ നമുക്ക് കുറേ റിസോഴ്സസുകൾ അവൈലബിൾ ആണ്. ആ റിസോഴ്സസുകളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ മാക്സിമം യൂസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറലിലോട്ട് ഈ ഒരു എൻവിറോൺമെൻറ്റിനെ എങ്ങനെ ഹെൽത്തി ആയിക്കൊണ്ട് പോകാമെന്നാണ് എക്കോളജി ഇവിടെ പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് എക്കോളജി, 7 രീതികളുള്ള എക്കോളജി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഗ്ലോബൽ എക്കോളജി. ഗ്ലോബൽ എക്കോളജി എന്ന് പറയുമ്പോൾ എർത്ത് എക്കോസിസ്റ്റം, അതുപോലെ തന്നെ ലാൻഡ്, അറ്റ്മോസ്ഫിയർ, ഓഷ്യൻസ്, ഇത് തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ ഡീൽ ചെയ്യുന്നതാണ് ഗ്ലോബൽ എക്കോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടത്, ലാർജ് സ്കെയിൽ ഇൻട്രാക്ഷന് നമ്മുടെ ഒരു പ്ലാനറ്റിനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈ ഒരു ഗ്ലോബൽ എക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ലാൻഡ്സ്കേപ്പ് എക്കോളജി. ഇവിടെ എന്താ ഡീൽ ചെയ്യുന്നത്, എനർജി, മെറ്റീരിയൽസ്, ഓർഗാനിസംസ്, അങ്ങനെ മറ്റുള്ള പ്രൊഡക്ട്സ്, എക്കോസിസ്റ്റത്തിലെ മറ്റുള്ള പ്രൊഡക്ട്സിനൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡീൽ ചെയ്യുന്നു. മൂന്നാമത്തത് എക്കോസിസ്റ്റം എക്കോളജി. ഇവിടെ എന്താ ഡീൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എൻ്റയർ എക്കോസിസ്റ്റത്തിനാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ലിവിങ് ഓർഗാനിസംസും അതുപോലെ തന്നെ നോൺ ലിവിങ് ഓർഗാനിസംസ് ഇല്ലേ, അവർക്ക് ആ ഒരു എൻവിറോൺമെൻറ്റിലുള്ള റിലേഷൻഷിപ്പിനെയാണ് അവിടെ സ്റ്റഡി ചെയ്യുന്നത്. അതായത് ലിവിങ് ഓർഗാനിസംസിനും നോൺ ലിവിങ് ഓർഗാനിസംസിനും അവരുടെ എൻവിറോൺമെൻറ്റിനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്കോസിസ്റ്റം എക്കോളജി. നാലാമത്തെ ടൈപ്പ് കമ്മ്യൂണിറ്റി എക്കോളജി. ഇവിടെ എന്താ ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ അതായത് ഈ ലിവിങ് ഓർഗനൈസംസിൻ്റെ ഇൻട്രാക്ഷൻസ് കൊണ്ട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റീൻ്റെ സ്ട്രക്ചർ മോഡിഫൈ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കോളജി കമ്മ്യൂണിറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അതായത് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നമ്മുടെ ഈ ഒരു എൻവിറോൺമെൻറ്റ് പല രീതിയിലുള്ള ജീവികളെ, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ജീവികളെ അവിടെ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് കമ്മ്യൂണിറ്റി എക്കോളജി എന്ന് പറയുന്നത്. അഞ്ചാമത്തതാണ് പോപ്പുലേഷൻ എക്കോളജി. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഇത് ഓരോ ഇൻഡിവിജ്വൽസും കൂടി നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരേ വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവർക്ക് നൽകിയിട്ടുള്ള ആ ഒരു പ്ലേസിൽ, ആ നൽകിയിട്ടുള്ള ആ ഒരു ടൈമിൽ അവിടെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് എന്തെന്ന് പറയണത്, പോപ്പുലേഷൻ എക്കോളജി എന്ന് പറയുന്നത്. ആറാമത്തെ ടൈപ്പാണ് ഓർഗാനിസ്മൽ എക്കോളജി. അതായത് ഇവിടെ ഇവർ സ്റ്റഡി ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ബിഹേവിയർ, അതുപോലെ തന്നെ മോർഫോളജി, ഫിസിയോളജി, ഇതൊക്കെയാണ് അവർ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഈ മോർഫോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇതിൻ്റെ പെർട്ടിക്കുലർ ഫോം, സ്ട്രക്ചർ, ഷേപ്പ്, ഇതിനെയാണ് അവർ സ്റ്റഡി ചെയ്യണത്. ഇനി ഏഴാമത്തത് മോളിക്കുലാർ എക്കോളജി. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു മോളിക്കുലർ എന്ന് പറയുന്നത് സയൻറ്റിഫിക് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്, അതായത് സയൻസ് മേഖലയിൽപ്പെട്ടൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്കോളജിയിൽ ഈ ഒരു മോളിക്കുലാർ സ്റ്റഡി ചെയ്യുന്നത് അവർ ഫോക്കസ് ചെയ്യുന്നത് പ്രോട്ടീൻസ് പ്രൊഡക്ഷൻ ചെയ്യാനും, അതായത് പ്രോട്ടീന് പ്രൊഡക്ഷൻ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്ത പ്രോട്ടീൻസ് നമ്മുടെ ഈ ഒരു എൻവിറോൺമെൻറ്റിലെ ഓർഗാനിസംസിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായത് ഇവിടെ DNA ഫോംസിൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 7 ടൈപ്സ് ഓഫ് എക്കോളജി, 7 ടൈപ്സ് എക്കോളജികൾ. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് എക്കോളജി ആണ്, ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്കോളജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ ഒരു എൻവിറോൺമെൻറ്റിലുള്ള എല്ലാ ലിവിങ്
കോമ്പോണൻസും അതുപോലെ തന്നെ എല്ലാ നോൺ ലിവിങ് കോമ്പോണൻസും അവർ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക തന്നെയാണ് എന്ത് എക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ. നമുക്ക് ഒരു എക്കോളജി മനസ്സിലാവണ വഴി, അതായത് ഈ ഒരു ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണ വഴി നമുക്ക് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ, അതായത് നേച്ചറിനെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. നേച്ചറിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതെല്ലാം നേച്ചറിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത് ഹ്യൂമൻ സർവൈവൽ ഓൺ എർത്ത്. അതായത് ഈ ഒരു എക്കോളജി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമന്, നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു ഹ്യൂമന് സർവൈവൽ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു എർത്തിലൂടെ സാധിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു എക്കോളജി മനസ്സിലാക്കി നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എൻവിറോൺമെൻറ്റ് എന്തൊക്കെ റിസോഴ്സസുകൾ അലോക്കേറ്റ് ചെയ്യുന്നു, അവർ ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അവർ നമ്മോട് പറയണു, ഇതൊക്കെ നമുക്ക് ഈ ഒരു നാച്ചുറൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർത്ത് പോയിന്റ് റിസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ്. അതായത് നമ്മളെന്ന് പറയുന്നത് ഒരു എക്കോളജി എന്നുള്ള സംഭവം ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് എന്താണ് എന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അദ്ദേഹം ആ ഒരു നാച്ചറിനെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോറസ്റ്റ് അതുപോലെ തന്നെ വൈൽഡ് ഇതൊന്നും നശിപ്പിക്കാൻ ശ്രമിക്കൂല. കാരണം എക്കോളജി, പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്, ഫോറസ്റ്റ്, വൈൽഡ് ആനിമൽസ് ഇവരൊക്കെ തന്നെയാണ്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളും ഈ ഒരു ഭൂമിയിൽ ഒരു പാർട്ടായിക്കാണ്ട് ജീവിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് എക്കോളജി എന്ന് പറയുന്നത്. എന്താണ് എക്കോസിസ്റ്റം? എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ആൻ എക്കോസിസ്റ്റം ഇൻക്ലൂഡ് ഓൾ ദ ലിവിങ് തിങ്സ്. അതായത് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ ലിവിങ് തിങ്സും ഇൻക്ലൂഡ് ആവും. ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ആനിമൽസ്, ഓർഗാനിസംസ്, അതായത് ഒരു ഗീവൺ ഏരിയയിലുള്ള എല്ലാ ലിവിങ് തിങ്സിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇൻട്രാക്ടിങ് വിത്ത് ഈച്ച് അതർ, അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു ആൻഡ് വിത്ത് ദെയർ നോൺ ലിവിങ് എൻവിറോൺമെൻറ്റ്. അതുമാത്രമല്ല ലിവിങ് തിങ്സിനോട് മാത്രമായിട്ടല്ല, നമ്മുടെ നോൺ ലിവിങ് ഓർഗാനിസത്തോടു കൂടി അവരെന്ത് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് എന്തെന്ന് പറയണത് ഈ നോൺ ലിവിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ വെതർ, സണ്ണ്, എർത്ത്. കാരണം ഇതൊന്നും ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ലിവിങ് ഓർഗാനിസത്തിന് ഇതൊന്നും ഇല്ലാതെ, ഇതൊക്കെ അവരുടെ ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആണ്. ഇതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ജീവിച്ച് പോകാൻ പറ്റില്ല. ഇതൊക്കെ ഒരു സസ്റ്റൈനബിൾ ലൈഫാണ്. ഒരു ലൈഫ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നോൺ ലിവിങ് ഓർഗാനിസംസ് ആണ് വെതർ, സണ്ണ്, സോയിൽ ഇതൊക്കെ പറയണത്. അതുപോലെ തന്നെ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിന് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും, അതുപോലെ തന്നെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിന് അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടൈപ്സ് ആയിട്ടാണ് വരിക. നമുക്ക് കൂടുതൽ വിശദീകരിച്ച് നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. ബയോട്ടിക് കോമ്പോണൻറ്റ്, അതുപോലെ തന്നെ അബയോട്ടിക്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ലിവിങ് തിങ്സും, അതുപോലെ തന്നെ അബയോട്ടിക് എന്ന് പറയുമ്പോൾ എല്ലാ നോൺ ലിവിങ് തിങ്സുമാണ്. സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റത്തിലെ ഫസ്റ്റ് ബയോട്ടിക് കോമ്പോണൻസ് ആണ്. അപ്പോൾ ബയോട്ടിക് കോമ്പോണൻസ് എന്ന് നമ്മുടെ എൻവിറോൺമെൻറ്റിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസത്തിലാണ് ബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 രീതിയിലോട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പ്രൊഡ്യൂസേഴ്സ് അറിയുമ്പോൾ ഇവർക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നെ സ്വയം പ്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് എക്സാമ്പിൾ സസ്യങ്ങൾ, ഇവർക്ക് സൺലൈറ്റ് നിന്നും അതുപോലെ തന്നെ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതുവഴി സ്വയം ഫുഡ് ഉണ്ടാക്കുന്നു. സസ്യമായിക്കൊണ്ട് സ്വയം ഫുഡ് ഉണ്ടാക്കുന്നു. ഇവരാണ് പ്രൊഡ്യൂസേഴ്സ്. രണ്ടാമത് കൺസ്യൂമേഴ്സ്. ഇവരെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾ ഓട്ടോട്രോപ്സ് ആണ്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് പറയുമ്പോൾ ഓൾ ഹെട്രോട്രോപ്സ് ആണ്. അതായത് ഈ ഒരു വിഭാഗം കൺസ്യൂമേഴ്സിന് ഇവർക്ക് തനിയെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവില്ല. ഇവരെന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒന്നെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ഫുഡ് അവർ കഴിക്കുന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഓർഗാനിസത്തിനെ അവർ കഴിക്കണു. ഇതാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിലെ നമ്മൾ 4 രീതിക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി
ഭയങ്കര സസ്യ ബുക്കായിരിക്കും. അതായത് പ്ലാന്റ്സ്, അങ്ങനത്തെ സസ്യ ബുക്കുകളായിരിക്കും. പ്ലാന്റ്സിന് മാത്രം അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതാണ് അവരുടെ ഫുഡ്. എക്സാമ്പിൾ ഇപ്പോൾ എന്താ കൗ, ഗോട്ട്, പിന്നെ ഷീപ്പ്, ഇതൊക്കെയാണ്. രണ്ടാമത് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഇവരെങ്ങനെയെന്ന് വെച്ചാൽ വെറും സസ്യബുക്കല്ല, നോൺ വെജും കൂടിയാണ്. അതായത് ഈ ചെറിയ ചെറിയ സസ്യങ്ങളൊക്കെ അവർ കഴിക്കും. അതായത് ചിലപ്പോൾ ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനായിരിക്കും ഈ ഒരു സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഭക്ഷിക്കുക. തേർഡ് ടെറിറ്ററി കൺസ്യൂമേഴ്സ്. ഇവരെങ്ങനെ വെച്ചാൽ സെക്കൻഡറി കൺസ്യൂമേഴ്സിനാണ് ടെറിറ്ററി കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നത്. ഫോർത്ത് ക്വാട്ടനറി കൺസ്യൂമേഴ്സ്. ഇവരാരാണ് കൺസ്യൂം ചെയ്യുന്നത്? ഇവർ ടെറിറ്ററി കൺസ്യൂമേഴ്സിനാണ് ഇവർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് വരുന്നുള്ള കൺസ്യൂമേഴ്സിൽ വരുന്ന കേസ്. മൂന്നാമത് ഡീകമ്പോസേഴ്സ്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എക്സാമ്പിളായിട്ട് ഈ ഒരു ബാക്ടീരിയ, ഫംഗസ് ഇവരാണ് പറയണത്. അതായത് ഈ ചത്തതായിട്ടുള്ള എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ജീവികൾ ഇപ്പോൾ ഒരു നമുക്കറിയാലോ, ഒരു പോത്താണെങ്കിൽ പോത്ത്, അല്ലെങ്കിൽ ആടാണെങ്കിൽ ആട്. അപ്പോൾ ഇങ്ങനെ ഈ ചത്തുപോയിട്ടുള്ള ജീവികളെ മാക്സിമം ഭക്ഷിച്ചിട്ട് അതിനെ നമ്മുടെ എൻവിറോൺമെന്റിലോട്ട് റിഡ് ചെയ്തെടുക്കുക, നശിപ്പിച്ചെടുക്കുക. അതാണ് ഈ ഒരു ബാക്ടീരിയകളും ഫംഗസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബയോട്ടിക് കോമ്പോണൻസിൽ വരുന്ന കേസ്. ഫസ്റ്റ് ഈ ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു ഗ്രാസ് ഹോപ്പർ ആ ഒരു പ്ലാന്റിനെ കൺസ്യൂം ചെയ്യുന്നു. ഈ ഗ്രാസ് ഹോപ്പറിനെ ഈ ഒരു ഫ്രോഗ് കൺസ്യൂം ചെയ്യുന്നു. ഫ്രോഗിനെ സ്നേക്ക് കൺസ്യൂം ചെയ്യുന്നു. പിന്നെ ഈ ഓവള് ഈ സ്നേക്കിനെ കൺസ്യൂം ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെറിറ്ററി ആൻഡ് ക്വാട്ടമറി ഒക്കെ കൺസ്യൂം ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് അബയോട്ടിക് കോമ്പോണൻസ് ആണ്. അപ്പോൾ അബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ അതായത് എല്ലാ നോൺ ലിവിങ് ഓർഗാനിസത്തിനെയാണ് അബയോട്ടിക് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സണ്ണ്, സോയിൽ, വാട്ടർ, അങ്ങനത്തെ അതാണ് അബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം ആണ്. അതിൽ ഫസ്റ്റ് വൺ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ ലാൻഡിനാണ് ഇവർ ഫൗണ്ട് ചെയ്യുന്നത്. അതായത് ദ എക്കോസിസ്റ്റം ഓഫ് ഫൗണ്ട് ഇൻ ലാൻഡ്. ഇവിടെ ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ട്രീസുകൾ, അതുപോലെ തന്നെ സെവറൽ ലെയേഴ്സ് ഓഫ് ട്രീസുകൾ, ഇതൊക്കെ കവർ ചെയ്തൊരു സ്ഥലമാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു എൻവിറോൺമെന്റിന്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി അറിയണത് ഓരോ പോയിന്റ്സിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറയുന്നത് പല പല ട്രീസുകൾ കവർ ചെയ്തുകൊണ്ടുള്ളതും വൈൽഡ് ആനിമൽസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, ഹെർബ്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഗ്രാസ് ലാൻഡ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡാണ്. അതുപോലെ തന്നെ ഇവിടെ അധികം ഇങ്ങനെ പച്ചപ്പുള്ള മരങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള ഒരു തരം പ്ലാന്റ്സേ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിലായിരിക്കും കൂടുതൽ ഹെർബ്സുകളൊക്കെ അധികം ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഗ്രാസ് ലാൻഡ്സ്. നെക്സ്റ്റ് വൺ തുണ്ട്ര. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഫ്രോസൺ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇവിടെ മഴകളൊന്നും അധികം പെയ്യൂല. അതുപോലെ തന്നെ വെയിലുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു സസ്യം പോലും ഇവിടെ അധികം വലുതായി നിന്നിട്ടില്ല. കാരണം സൺലൈറ്റ് ഒന്നും കിട്ടാത്തത് കാരണം ഇവിടെ അധികം സസ്യങ്ങളൊക്കെ വളരെ ചെറുതായിട്ടുള്ളതാണ്. ഇവിടെ ആനിമൽസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊലിക്ക് അത്രക്കും കട്ടുള്ള ആനിമൽസ് മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ. ഇവിടെ മഴയൊക്കെ വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാ ഭാഗത്തും ഒരു മഞ്ഞ് പിടിച്ച ആ ഒരു ടൈപ്പാണ്. ഇവിടെ മണ്ണിലും എല്ലായിടത്തും മഞ്ഞ് പിടിച്ചൊരു ടൈപ്പാണ് ടുണ്ട്ര എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഇവിടെ ഫുൾ നല്ല രീതിയിലൊരു ടെമ്പറേച്ചറാണ്. ഇവിടെ കാറ്റസ് അങ്ങനത്തെ പോലത്തെ ചെടികളൊക്കെയാണ് അധികം കാണാൻ പറ്റുക നമുക്ക്. ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ചെടികളാണ്. ഇതൊക്കെയാണ് അപ്പോൾ എന്തെന്ന് പറയണത്, ഡെസേർട്ടിനെ പറ്റി പറയണത്. അപ്പോൾ ഇതാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നതിനെ കുറിച്ച് പറയണത്. രണ്ടാമത്തെ ടൈപ്പാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ഇവിടെ അക്വാട്ടിക് എന്ന് പറയുമ്പോൾ എല്ലാ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം. മറ്റൊടുത്ത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ലാൻഡുമായി ബേസ് ചെയ്ത് എല്ലാ കാര്യത്തിലാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ രണ്ട് രീതിക്കുണ്ട്, ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആൻഡ് മറിയൻ എക്കോസിസ്റ്റം. അതിൽ ഒന്നാമതാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം. ഇവിടെ സലൈനിറ്റി ലോ ലെവലാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഉപ്പ് രസം അതൊന്നും ഇങ്ങനത്തെ വാട്ടറിൽ ഉണ്ടാകും. ഇത് വളരെ പ്യുവർ ആയിട്ടുള്ള ഫ്രഷ് വാട്ടറാണ് എന്നാണ് ഈ ഒരു കേസിൽ പറയുന്നത്. അതായത് നമ്മുടെ നല്ലൊരു ഫ്രഷ് വാട്ടർ, അതായത് ഉപ്പിൻ്റെ ഒരു രസമൊന്നും ഇല്ലാത്ത
നോർമൽ ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടറാണ്. അതായത് ഈ ലാർജ് റിവേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, ഇപ്പോൾ ആ ഒരു എൻ്റെ ഇതിൽ അവസാനം എൻ്റെ ഒരു അതിലെന്താണ് അധികം മലിനീകരണങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം. രണ്ടാമത് ലോട്ടിക്കാണ്, അതിൻ്റെ കീഴിൽ കുറച്ച് പേരാണ് ലോട്ടിക്ക്. ലോട്ടിക്ക് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഡയറക്ഷനിൽ നല്ല രീതിക്ക് ഫ്ലോ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് എക്കോസിസ്റ്റത്തിനാണ് എന്ത് ലോട്ടിക് എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം ആ ഒരു വാട്ടർ ഇപ്പോൾ റിവറിലൂടെ ആണെങ്കിലും പോണ്ടിലൂടെ ആണെങ്കിലും ഒഴുകിക്കൊണ്ടേ നിൽക്കുക, അവിടെ ഒരു ഫ്ലോ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. നെക്സ്റ്റ് വൺ ലെൻഡിക്കാണ്. ലെൻഡിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് കെട്ടി നിൽക്കുക, വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഒരു എക്കോസിസ്റ്റത്തിനാണ് ലെൻഡിക്ക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇപ്പോൾ പോണ്ടിലേക്കോട്ടെ റിവറിലേക്കോട്ടെ സ്ഥലത്ത് കെട്ടി നിൽക്കുന്നതാണ് ലെൻഡിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെറ്റ്ലാൻഡ്. വെറ്റ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ചെളിയും സോയിലും വെള്ളം കൂടിയും കെട്ടി നിൽക്കുക, അവിടെ ഫ്ലോ ഇല്ല, രണ്ടും കൂടിയും കെട്ടി നിന്നുകൊണ്ട് ഫ്ലോ നഷ്ടപ്പെടുക. അതാണ് എന്ത് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അവിടെ ഹൈഡ്രോഫൈറ്റ്സ് ഉണ്ട്, അതായത് അങ്ങനത്തെ ചില ലൈക്ക് റിവേഴ്സിലോ പോൺസിലൊക്കെ എന്തുണ്ടാവും, ചെറിയ പായൽ പോലത്തെ ചെറിയ ചെടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ ഒരു സോയിലിൽ കെട്ടിക്കടങ്ങിയിട്ടായിരിക്കും ഈ ഒരു വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നത്, അവിടെ ഒരു ഫ്ലോ അല്ലാതെ വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ അതിനെയാണ് അത്തരം ചെടികളാണ് എന്ത് ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിൻ്റെ കേസിൽ വരുന്നത്. നെക്സ്റ്റ് മറിയൻ എക്കോസിസ്റ്റം. അപ്പം മറിയൻ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഉപ്പുരസം തീരെ ഇല്ലാത്തത്, പക്ഷെ ഇവിടെ സലൈനിറ്റിൻ്റെ അളവ് കൂടുതലാണ്. ഇവിടെ ഉപ്പുരസം ഓഷ്യൻ ബേസ്ഡ്, ഡീപ്പ് ഓഷ്യന്, ഓപ്പൺ ഓഷ്യൻ, അങ്ങനത്തെ ഓഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഈ മറിയൻ എക്കോസിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപ്പിൻ്റെ ആ ഒരു ഹൈ ലെവലാണ്. അപ്പോൾ ഇതാണ് എന്ത് മറിയൻ എക്കോസിസ്റ്റം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എക്കോളജി ആൻഡ് എക്കോസിസ്റ്റം ആ ഒരു പോർഷൻ ഇതോടുകൂടി കഴിഞ്ഞു. നെക്സ്റ്റ് ഭാഗം നെക്സ്റ്റ് പാർട്ടിലെടുക്കാം.